നമസ്കാരം. എഡ്യൂസോൺ ലേണിംഗ് ആപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞ ഏരിയയാണ്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞ ഏരിയ. നമ്മൾ ഉത്തരപർവ്വത മേഖല ഓൾറെഡി പഠിച്ചു വെച്ചൊരു കാര്യമാണ്. അതുകൂടാതെ അതിന് തൊട്ട് താഴെ വരുന്ന അടുത്ത പ്രദേശമാണിത് ഉത്തര മഹാസമതലം എന്നൊരു ഏരിയ. അതായത് ഉത്തരപർവ്വത മേഖലയുടെ രൂപീകരണം നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഉത്തരപർവ്വത മേഖല എങ്ങനെ രൂപപ്പെട്ടതാണ്? ഇന്ത്യൻ ഫലകവും യുറേഷ്യ ഫലകവും തമ്മിൽ എന്ത് ചെയ്താണ്? കൂട്ടിയിടിച്ച് ഉയർന്നു പൊങ്ങുന്ന ഒരു മടക്ക് പർവ്വതമാണ് ഉത്തരപർവ്വത മേഖല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഉത്തരപർവ്വത മേഖലയുടെ രൂപീകരണ സമയത്ത് ഈ ഫലകങ്ങൾ നേരത്തെ നിന്നിരുന്ന സ്ഥലങ്ങളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. ഈ ഗർത്തങ്ങളിലേക്ക് ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ നടത്തിയ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഏത് പ്രദേശം രൂപപ്പെട്ടത്? ഉത്തര മഹാസമതലം എന്ന വിശാലമായ പ്രദേശം രൂപപ്പെട്ടത്. നേരത്തെ വലിയ ഗർത്തങ്ങളായിരുന്നു. ഉത്തരപർവ്വത മേഖലയുടെ രൂപീകരണ സമയത്ത് രൂപം കൊണ്ട മഹാഗർത്തങ്ങളിലേക്ക് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ ഹിമാലയൻ നദികൾ നടത്തിയ എക്കൽ നിക്ഷേപണ ഫലമായി രൂപപ്പെട്ട ഒരു വിശാലമായ എക്കൽ നിറഞ്ഞ പ്രദേശമാണിത് ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞ പ്രദേശം. ഏകദേശം 1300 മുതൽ 1400 മീറ്റർ വരെ ആഴത്തിൽ എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ട വിശാലമായ സമതല പ്രദേശമാണിത് ഉത്തര മഹാസമതലം. എക്കൽ മണ്ണായത് കൊണ്ട് തന്നെ ഫലപുഷ്ടിയുള്ള മണ്ണാണ്. അതുപോലെ ഈ പ്രദേശത്ത് നല്ല കാലാവസ്ഥ, ഉയർന്ന മഴയും ഒക്കെ ലഭിക്കുന്ന നല്ല കാലാവസ്ഥയും ഈ പ്രദേശത്തെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആദ്യകാലങ്ങൾ മുതൽ എവിടെ അധിവസിച്ചു വരുന്നു? ഉത്തര മഹാസമുദ്രത്തിൽ അധിവസിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ ജനസാന്ദ്രതയേറിയ പ്രദേശമാണിത് ഉത്തര മഹാസമുദ്രം. കാരണം അവിടെ ഫലപുഷ്ടമായ മണ്ണുണ്ട്, നല്ല കാലാവസ്ഥയുണ്ട്. ഇതെന്തിന് അനുയോജ്യമാക്കി തീർത്തു? ഈ പ്രദേശത്തെ കൃഷിക്ക് അനുയോജ്യമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ പണ്ട് മുതൽ ഈ പ്രദേശം ജനങ്ങൾ അധിവസിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശമാണിത് ഉത്തര മഹാസമുദ്രം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശമാണിത് ഉത്തര മഹാസമുദ്രം. കാരണം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് നമ്മൾ ആരെ വിശേഷിപ്പിക്കുന്നു? ഉത്തര മഹാസമുദ്രത്തെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട മേഖലയാണ് ഇത് കാർഷിക മേഖല. ആ കാർഷിക മേഖലയുടെ തന്നെ പ്രധാന മേഖല ഉത്തര മഹാസമുദ്രമായതുകൊണ്ട് ഉത്തര മഹാസമുദ്രത്തെ നമ്മൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശമാണിത് ഉത്തര മഹാസമുദ്രം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ഉത്തര മഹാസമുദ്രത്തെയാണ്. ഇപ്പൊ 2 പോയിന്റുകൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലും ഇന്ത്യയുടെ ധാന്യപ്പുര എന്നും വിശേഷിപ്പിക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമുദ്രം. 7 ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയുടെ ചില പ്രദേശങ്ങളും ചേർന്നതാണ് ഇത് ഉത്തര മഹാസമുദ്രം. ആ 7 സംസ്ഥാനം ഏതൊക്കെയാ നമുക്ക് പറയാം. പ്രധാനമായും നമ്മൾ പറഞ്ഞ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപണമാണ്. അതുകൊണ്ട് തന്നെ ഏതേത് നദികളുടെ എക്കൽ നിക്ഷേപണമാണോ ഈ പ്രദേശത്തിന്റെ രൂപീകരണത്തിന് കാരണമായത്, അതനുസരിച്ച് ഉത്തര മഹാസമുദ്രത്തെ പ്രധാനമായും നമ്മൾ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. 1 പഞ്ചാബ് ഹരിയാന സമതലം, 2 മരുസ്ഥലി ബാഗർ സമതലം, 3 ഗംഗാ സമതലം, 4 ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ അസം താഴ്വര.